എടാ, ആൽക്കഹോൾസ് പല ടൈപ്പ് ഉണ്ട്. എല്ലാ ആൽക്കഹോൾസ് നമുക്ക് കുടിക്കാൻ പറ്റൂല. ചില ആൽക്കഹോൾസ് നമുക്ക് വൂണ്ട്, അതായത് നമ്മുടെ മുറിവുകൾ ഉണക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ചിലത് എഞ്ചിനെ പവർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരേ ഒരു ആൽക്കഹോളേ ഉള്ളൂ, അതാണ് എത്തനോൾ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് എത്തനോളിനെ പറ്റിയിട്ടാണ്. സോ എന്താണ് എത്തനോൾ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് ഈ എത്തനോളിനെ പ്രിപ്പയർ ചെയ്യാം ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി. ഓക്കെ, സോ നോക്കാം ഹൗ ടു വാറ്റൽ, എങ്ങനെ വാറ്റാം നമുക്ക്. ഓക്കെ, സോ നോക്കാം. സോ എഥനോളിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഥനോളിൻ്റെ കെമിക്കൽ ഫോമുല. എഥനോളിൻ്റെ കെമിക്കൽ ഫോമുല എന്താടാ? CH3CH2OH. 2 കാർബണിനകത്ത് OH വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? എഥനോൾ എന്ന് വിളിക്കുക. സോ നോട്ട് ചെയ്ത് പോണേ. എഥനോളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രേപ്പ് സ്പിരിറ്റ്. എഥനോളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രേപ്പ് സ്പിരിറ്റ്. എന്തായിരുന്നു മെഥനോളിനെ വിളിക്കുന്ന പേര്? വുഡ് സ്പിരിറ്റ്. മെഥനോളിനെ വിളിക്കുന്ന പേര് വുഡ് സ്പിരിറ്റ് എന്നാണ്. എഥനോളിനെ വിളിക്കുന്ന പേര് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നാണ്. എഥനോളിനെ വിളിക്കുന്ന പേര് വുഡ് സ്പിരിറ്റ്, മെഥനോളിനെ വിളിക്കുന്ന പേര് വുഡ് സ്പിരിറ്റ്, എഥനോളിനെ വിളിക്കുന്ന പേര് ഗ്രേപ്പ് സ്പിരിറ്റ്. സോ ഗ്രേപ്പ് സ്പിരിറ്റ്. ഇനി എന്തൊക്കെയാണ് എഥനോളിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ? എഥനോളിനെ പ്രധാനമായിട്ടും എവിടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക. യൂസസ് എഥനോളിനെ നമ്മൾ പ്രധാനമായിട്ടും എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ആൽക്കഹോൾ, പ്രൊട്ടക്ഷൻ ഓഫ് പവർ ആൽക്കഹോൾ. എന്താണ് പവർ ആൽക്കഹോൾ? നമുക്കറിയാം, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എത്തനോള് കലർന്ന പെട്രോൾ, അല്ലെ? E20 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പെട്രോളിനകത്ത് ഇപ്പോൾ 80% പെട്രോളും 20% എത്തനോളിനെ ചേർത്തിട്ടാണ് നമ്മളെ പമ്പിലൊക്കെ ഇപ്പോൾ വിൽക്കുന്നത്. സോ ഇതിന് E20 എന്ന് പറയാം. അപ്പോൾ എത്തനോൾ ചേർത്ത പെട്രോളിനെയാണ് നമ്മൾ പവർ ആൽക്കഹോൾ എന്ന് വിളിക്കുക. സോ പവർ ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ കാര്യം ക്ലിയർ ആണല്ലോ. എന്താണ് പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്തനോളും പെട്രോളിൻ്റെയും കൂടെ മിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പവർ ആൽക്കഹോൾ എന്ന് വിളിക്കുക. അടുത്ത രണ്ടാമത്തെ ഒരു യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചർ ഓഫ് പെയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്തനോളിനെ ഉപയോഗിക്കാറുണ്ട്. അതേമാതിരി ഫോർ ബിവറേജ്. എന്താണ് ബിവറേജ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ ബിവറേജ്? കുടിക്കാൻ പറ്റുന്ന സാധനത്തിനാണ് നമ്മൾ ബിവറേജ് എന്ന് വിളിക്കുക. സോ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, എത്തനോൾ ഈസ് യൂസ്ഡ് ഫോർ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ ആസ് എ പ്രിസർവേറ്റീവ്. വാട്ട് ഡു യു മീൻ ബൈ പ്രിസർവേറ്റീവ്? എന്താണ് പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ? നമ്മൾ അടുക്കളയിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പ്രിസർവേറ്റീവ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, അച്ചാറിൽ നമ്മൾ വിനാഗിരി ചേർക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അച്ചാറ് തോനെ നാൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അച്ചാർ ഒരുപാട് ഉപ്പ് ചേർക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അച്ചാറ് തോനെ നാൾ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ വിനാഗിരി ഉപ്പും ഒക്കെ എന്താണ്? ഒരു പ്രിസർവേറ്റീവ്സ് ആണ്. സോ പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേടുകൂടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. സോ എത്തനോൾ എന്ന് പറഞ്ഞ സാധനവും എന്താണ്? പ്രിസർവേറ്റീവ് ആണ്. എന്നും പറഞ്ഞാൽ നാളെ പോയിട്ട് കുറെ എത്തനോൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ആ ഫുഡിന് അതൊന്നും ഒഴിക്കരുത്. ഓക്കെ, സോ വേറെ പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഈ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്ന ആനിമൽസിനെ സൂവിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഒരു മാൻ്റെ തല അതിനെ ഒരു കുപ്പിയിലിട്ട് വെച്ചേക്കുന്ന, അതേമാതിരി നിങ്ങൾ ലാബിൽ പോകുമ്പോഴോ സൂവിലൊക്കെ പോകുമ്പോഴോ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത് ഒറിജിനൽ മാനാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് കേട് ആവാണ്ട്, അത് പുഴുക്കാണ്ട്, മീൻസ് അത് അളിഞ്ഞു പോവാണ്ട് അതിനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. എങ്ങനെ പ്രിസർവ് ചെയ്യുന്നത്? ഈ എഥനോൾ പോലുള്ള പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് അതിനെ പ്രിസർവ് ചെയ്യുക. അതേമാതിരി മാൻ്റെ കൊമ്പ്, മീൻസ് തൊലി, ആനക്കൊമ്പ്, ഇതൊക്കെ ചീത്ത ആവാണ്ട്, ഡീഗ്രേഡ് ആവാണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. സോ ഇതൊക്കെ പ്രിസർവ് ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ, ഒരു പ്രിസർവേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് പ്രിസർവ് ചെയ്യാണ്. സോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. യൂസസ് ഓഫ് എത്തനോൾ പ്രധാനപ്പെട്ട യൂസ് ഏതൊക്കെയാണ്? യൂസ്ഡ് ഫോർ പവർ ആൽക്കഹോൾ, പ്രിപ്പറേഷൻ ഓഫ് പവർ ആൽക്കഹോൾ. 2, യൂസ്ഡ് ആസ് മാനുഫാക്ചർ ഓഫ് പെയിന്റിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട്. ബിവറേജസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതേപോലെ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ടാകും, ആസ് സോൾവെന്റ് ഇൻ മെഡിസിൻസ്. പല മെഡിസിൻസിലും സോൾവെന്റ് ഇൻ
മെഡിസിൻസ്, പല മരുന്നുകളിലും എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ ഒരു എത്തനോൾ എന്ന് പറഞ്ഞ സാധനത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പല മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയും എത്തനോൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് മരുന്നടിച്ചാൽ നമ്മൾ കിക്കൊക്കെ അടിച്ചിരിക്കൂലേ? അപ്പൊ എഥനോൾ ഉപയോഗിക്കാറുണ്ട്. സോ യൂസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണേ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് എങ്ങനെ ഒരു എഥനോളിനെ പ്രിപ്പയർ ചെയ്യാം, ഹൗ ടു വാറ്റൽ, എങ്ങനെ നമുക്ക് വാറ്റാം എന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. സോ ബൈ.